ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു വട ദോശയുടെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകാം. ഈ വടദോശയ്ക്ക് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കൂമ്പാരമല്ല, സമമായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഉഴുന്നല്ല, സാധാരണ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടുവരാം. ഞാൻ ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒരു 5 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 4 മണിക്കൂർ നന്നായിട്ട്, 4 മണിക്കൂർ അല്ല 5 മണിക്കൂറൊന്ന് കുതിർന്ന് വരിട്ട് അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാനിത് കുതിരാനായിട്ട് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇത്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കുതിരാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. മുഴുവനോടെയുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് മുഴുവൻ മാറ്റി ആവശ്യമായ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇത് കുതിരാനെടുത്ത വെള്ളം തന്നെയാണ് അരയ്ക്കാനും എടുക്കുന്നത്. മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റാം. ഞാൻ ആ മുഴുവൻ ഉലുവയും മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുതിർത്ത വെള്ളം തന്നെ, ഉലുവ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം തന്നെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വേണ്ട, 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ ഉഴുന്ന് മുഴുവനായിട്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ മാവ് മുഴുവനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉഴുന്നാണ് നമ്മൾ എടുത്തിരുന്നത്. ആ സെയിം ഗ്ലാസ്സിന് തന്നെ അതേ അളവിൽ തന്നെ റവ വറുത്തതോ വറുക്കാത്തതോ ആയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ഡബിൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഉഴുന്ന റവയും കൂടെ നല്ലവണ്ണം തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇത് ഓവർ നൈറ്റാണ് വെക്കുന്നത്. ഇത് ഫെർമെൻറ്റ് ചെയ്ത് വരണം. നാളെ രാവിലെ ഇത് ഉണ്ടാക്കാൻ നേരത്ത് വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആ ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളവും ചേർക്കാം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇതൊന്ന് ഫെർമെൻ്റായിട്ട് വരട്ടെ. ഓവർ നൈറ്റാണ് ഞാനിവിടെ വയ്ക്കുന്നത്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഫെർമെൻ്റായി വരുന്നവരെ. ഇപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം. കലക്കി വെച്ചിട്ട് ഇന്നലെ രാത്രി കലക്കി വെച്ചതാണ്. ഇപ്പോൾ നമുക്ക് നേരം വെളുത്തിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. ഈ സമയത്തേക്ക് കലക്കി നോക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് കലക്കി നോക്കാം. കുറച്ചുകൂടെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു ഒട്ടും തന്നെ. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊരു ദോശമാവിൻ്റെ ഒരു മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ അയവിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് കലക്കിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ആയിട്ടുണ്ട്. സ്വല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം.
ഇതിപ്പോൾ റവയായതുകൊണ്ട് അത് കുതിർന്ന് വരുമ്പോൾ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഒഴിച്ച വെള്ളം പോരാതെ വന്നത്. അത് നമുക്കൊരു മസാല ദോശയുടെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത അറിയാമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി വെള്ളം ഒഴിച്ച് റെഡിയാക്കി. നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം. ഇപ്പം ഞാൻ 1.25 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഈ ഒരു അളവ് മതിയാവും. ഇത് ഒത്തിരി നൈസായിട്ടുണ്ടാക്കുന്ന അപ്പമല്ല, ഒരുവിധം കട്ടിയായിട്ടുണ്ടാക്കുന്ന ഒരു വടദോശയാണ്. ഈ ഒരു അളവ് മതിയാവും. ഇതൊക്കെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഒരു മസാല ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി വേണം നമ്മൾ കലക്കിയെടുക്കാൻ. നമ്മൾ പല റവയ്ക്കും പല രീതിയിലായിരിക്കും വെള്ളം അബ്സോർവ് ചെയ്യുന്നത്. ഞാനിവിടെ അരച്ച് വെച്ച് പുളിക്കാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ രാവിലെ 1.25 ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കുക. അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും. രണ്ടും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഈ എണ്ണ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എണ്ണ തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ എണ്ണ തണുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് എടുക്കാൻ. റവയായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത് വെള്ളം അബ്സോർവ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. അതിനനുസരിച്ച് നമ്മൾ കട്ടിയാകുന്നതനുസരിച്ച് നമ്മുടെ കണക്കിനുള്ളത് ലൂസാക്കി കൊടുക്കണം, സ്വല്പം വെള്ളം ഒഴിച്ച്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്, ഉപ്പ് കറക്റ്റാണ്. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ദോശ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചുണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക, ഒത്തിരി പരത്തണമെന്നില്ല. ഇവിടെ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് അതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക, സൈഡിലേക്കും പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. കോളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. 1 മിനിറ്റ് എടുക്കും. ഫ്ലെയിം തീരെ മീഡിയം ഫ്ലെയിമിലിടുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു വശം മാത്രം വേവിച്ചെടുക്കുന്ന ദോശയാണ്. പക്ഷേ ഇത് ഒന്ന് മറച്ചിട്ട് കൂടി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് മറിച്ചിട്ടാണ് എടുക്കുന്നത്. സാധാരണ ഇത് മൂടി വെച്ച് ഒരു വശം മാത്രം മൊരിച്ചെടുക്കുന്ന ദോശയാണ്. ഞാനിവിടെ 2 വശവും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അടുത്ത വശവും കൂടെ ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അവിടെയും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇച്ചിരി നെയ്യ് കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ദോശ ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു തവി മാവൊഴിച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഉള്ളത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഹോള് വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടും. ആ സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് മറിച്ചിടാം. സാധാരണ ഇങ്ങനെ ഇത്രയും മാത്രം വെന്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിവിടെ ഒന്നുകൂടെ മറിച്ചിടുന്നുണ്ട്. ഈ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത വശവും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. സാധാരണ വടദോശ മറിച്ചിടാറില്ല. ഇതൊന്ന് മുരിയാൻ വേണ്ടി മാത്രം മറിച്ചിടുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. ദോശയും നമുക്കെടുത്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചെയ്തെടുക്കാം. അടുത്ത ദോശമാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും എണ്ണയും കൂടെ ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. എല്ലായിടും ഹോള് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും മൂടി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ വടദോശ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടദോശയാണിത്. വളരെ ടേസ്റ്റിയും ഫ്ലഫി ആയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.